യേശുവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവത്താഴ ശുശ്രൂഷ യേശുവിന്റെ യാഗമരണത്തെ ഓർക്കുന്നതായ തിരുവത്താഴ ശുശ്രൂഷയിൽ അസാധാരണമായ സൗഖ്യങ്ങൾ, അസാധാരണമായ വിടുതലുകൾ നടക്കേണ്ടതിന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഈ ആലയത്തിൽ കൂടി വന്ന എല്ലാവർക്കും വിടുതൽ അനുഭവിക്കുവാൻ എന്റെ യേശു കർത്താവ് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, ഈ തിരുവത്താഴ ശുശ്രൂഷയുടെ വീഡിയോകൾ ദർശിക്കുമ്പോൾ ഈ ദർശിക്കുന്ന എല്ലാവരും തന്നെ സൗഖ്യപ്പെടേണ്ടതിന്, അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, നന്മ പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവേ, ഞങ്ങളെല്ലാവരും പ്രത്യേക അഭിഷേകം ചെയ്തതിന് നന്ദി, അവിടുത്തെ ശക്തിയാൽ നിറച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം, എല്ലാവരും എഴുന്നേറ്റില്ല, 10-ാം അധ്യായം വായിക്കാം. 10-ാം അധ്യായത്തിൽ വാക്യങ്ങൾ. ഹല്ലേലൂയ. അതിന് 16-ാമത്തെ വാക്യമാണ്. നാം സ്തോത്രം ചെയ്യുന്ന സ്തോത്രത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലേ? ഈ പാനപാത്രത്തെ ബൈബിള് വിശേഷിപ്പിക്കുന്നത് നാം സ്തോത്രം ചെയ്യുന്ന സ്തോത്രത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ? ഇവിടെ നമ്മൾ പാനപാത്രം കൈകളിലെടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ആ സത്യം നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഈ പാനപാത്രം നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് പെസഹായുടെ രാത്രി പാനപാത്രം കൈകളിലെടുത്ത് സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ നിയമം, ഇതെന്റെ രക്തത്തിനകത്തുള്ള പുതിയ നിയമമാണ്. ഇത് കുടിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സുവിശേഷ ഭാഗങ്ങളിൽ ഇത് കാണുന്നത്, ഇത് നിങ്ങൾക്കായുള്ള എന്റെ രക്തം, അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ ചൊരിയുന്ന പുതിയ നിയമത്തിൽ രക്തം എന്നാണ് സുവിശേഷം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി എന്നാണ് പൗലോസ് അതിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശു പാനപാത്രം കൈകളിലെടുത്ത് എന്ത് ചെയ്തു? സ്തോത്രം ചെയ്തു. അതുപോലെ പാനപാത്രം നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? സ്തോത്രത്തിന് കൊണ്ട് ജാഗരിക്കണം. ഹല്ലേലൂയ. ഈ പാനപാത്രം നമുക്ക് വേണ്ടിയുള്ള യേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞാണ് യേശു ഈ പാനപാത്രം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഇതെന്റെ പുതിയ നിയമത്തിൽ, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ നിയമം എന്ന് പറഞ്ഞാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് പാനപാത്രം കൊടുത്തത്. അതുകൊണ്ട് ലോക മനുഷ്യരെ സംബന്ധിച്ചത് ദ്രാക്ഷരസമായിരിക്കാം. എന്നാൽ യേശു എന്നോട് പറഞ്ഞു, ഇത് എന്റെ രക്തമാണ്, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ നിയമമാണ്. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് പാനം ചെയ്യണം. 16-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, 1 കൊരിന്ത്യർ 10-14 വാക്യത്തിൽ പറയുന്നു, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഇവിടെ നുറുക്കപ്പെടുന്ന അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഈ അപ്പത്തിൽ അംശങ്ങളാകുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്ന എല്ലാവരും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. യേശു അപ്പം കൈകളിലെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള
എന്റെ ശരീരം. ശിഷ്യന്മാരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അത് അവർക്ക് വേണ്ടിയുള്ള യേശുവിന്റെ ശരീരമാണ്. ആ ബോധത്തോടു കൂടിയാണ് ശിഷ്യന്മാർ ആ അപ്പം ഭക്ഷിച്ചത്. യേശുവിന്റെ രക്തം എന്നുള്ള ബോധത്തോടു കൂടിയാണ് അവർ ആ ദ്രാക്ഷരസം കുടിച്ചത്. അതുകൊണ്ട് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അതിശക്തമായി അവരിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കാളിയാകുന്ന നമ്മൾ ഓരോരുത്തരും ഈ അപ്പം ഭക്ഷിക്കുമ്പോ, ഈ പാനപാത്രം നമ്മൾ കുടിക്കുമ്പോ യേശുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും വലിപ്പം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. സ്വതന്ത്രം മാത്രമല്ല, ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്തവരെല്ലാവരും എന്ത് ചെയ്യുക, ഈ ശുശ്രൂഷ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. കാരണം 2000 വർഷം മുമ്പ് യേശു ലോകജനതയെ സൗഖ്യമാക്കുവാൻ, പാപങ്ങൾക്ക് മോചനം കൊടുക്കുവാൻ, ശാപങ്ങളിൽ നിന്ന് പുറത്തെടുക്കുവാൻ യേശു ചെയ്ത കാൽവറി യാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും സൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. അപ്പം ഒന്നേ ഉള്ളൂ, പലരായ നാം ആ ഒരേ അപ്പത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് ഒരു ശരീരമാണ്. ഒരപ്പത്തിൽ നിന്നാണ് പല അപ്പങ്ങളായി കർത്താവ് നുറുക്കി, അല്ലെങ്കിൽ ഒരപ്പത്തിന്റെ നുറുക്കുകൾ. യേശു പെസഹായുടെ രാത്രി അപ്പം കൈകളിലെടുത്തിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി അത് നുറുക്കി. എത്ര ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഉണ്ടോ അത്രയും നുറുക്കുകളായി നുറുക്കിയതിനു ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് വചനം പറയുന്നു. അതേ വചനമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒന്നേ ഉള്ളൂ, ഒരപ്പത്തിൽ നിന്നാണ് ഈ നുറുക്കുകൾ ഉണ്ടായത്. പക്ഷെ ശിഷ്യന്മാരുടെ കൈകളിൽ അപ്പം ചെന്നപ്പോൾ അത് അപ്പമായിട്ടല്ല ചെന്നത്, പിന്നെ നുറുക്കായിട്ടല്ല. നമ്മളൊരു കാഴ്ച ഇവിടെ കാണിച്ചതാണ്. യേശുവാണ് നുറുക്കിയത്. യേശുവിന്റെ കൂടെ 12 ശിഷ്യന്മാർ ഉണ്ടെന്നിരിക്കട്ടെ, ചില വേദപണ്ഡിതന്മാർ പറയുന്നു ഈ അപ്പം നുറുക്കുന്നതിന് മുമ്പായി, തിരുവത്താഴ് ശുശ്രൂഷ ആദ്യമായി നടക്കുന്നതിന് മുമ്പായി യൂദ അവിടെ വിട്ടു പോയെന്ന് പറയുന്നു. ചില വേദപണ്ഡിതന്മാർ പറയുന്നു യൂദായും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താ യൂദ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ യേശു 12 നുറുക്കായിട്ട് അപ്പത്തെ നുറുക്കി. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നത് അപ്പം നുറുക്കുകളാണ്. അപ്പം ഒന്നേ ഉള്ളൂ, പലരായ നാം ആ ഒരേ അപ്പത്തിൽ പങ്കു ചേർന്നത് കൊണ്ട് ഒരു ശരീരമാകും. പറഞ്ഞ ഒറ്റ ശരീരമാണ്. ഹല്ലേലൂയ. ഈ തിരുവത്താഴ് ശുശ്രൂഷയിൽ കൂടെ നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യം, അപ്പം ഒന്നേ ഉള്ളൂ, പക്ഷെ അപ്പത്തിന് ഒത്തിരി നുറുക്കുകളുണ്ട്. അപ്പം ഒന്നായിരിക്കുന്നത് പോലെ ശരീരം ഒന്നേ ഉള്ളൂ, പക്ഷെ ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ ശരീരമാണ്, അല്ലെങ്കിൽ സഭയുടെ ശിരസ് യേശുവും ശരീര സഭയുമാണ്. ആ സഭയിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ ഈ തിരുവത്താഴ് ശുശ്രൂഷ നിങ്ങൾ പങ്കുചേരുക. അത്ഭുതങ്ങൾ കാണാൻ പറ്റും, അടയാളങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ ഏത് വിഷയത്തിനാണ് അപ്പോൾ ഈ വിടുതൽ കിട്ടുക തന്നെ ചെയ്യും. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നു, 11-ന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്തു. ഈ കാരണത്താൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായിരിക്കുന്നു, ചിലർ നിദ്ര പ്രാപിക്കുകയും ചെയ്യുന്നു. 29-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും, ഈ തിരുവത്താഴത്തിൽ പങ്കാളിയാകുന്ന ആരെങ്കിലും കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ, ആരുടെ ശരീരത്തെയാണ്? കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ തിന്നുകയോ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അയാൾ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അയാൾ തനിക്ക് തന്നെ എന്ത് ചെയ്യാണ്? ശിക്ഷാവിധി തിന്നുകയാണ്, കുടിക്കുകയാണ്. എന്നാൽ ഇതിനൊരു ഓപ്പോസിറ്റ് വചനങ്ങളുണ്ട്. എന്നാൽ കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് തന്നെ എന്ത് ചെയ്യാണ്? അനുഗ്രഹം തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കണം. യേശുവിന്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ഈ തിരുവത്താഴത്തിന് നിങ്ങൾ ഭക്ഷിക്കുവാൻ. യേശുവിന്റെ രക്തത്താൽ എന്റെ പാപകറകളെല്ലാം കഴുകിയിരിക്കുന്നു എന്ന് വിശ്വസിച്ച് വേണം
ദ്രാക്ഷാരസത്തിൽ നിങ്ങൾ കുടിക്കുവാൻ. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ എന്റെ സകല പ്രശ്നത്തിനും പരിഹാരം വന്നിരിക്കുന്നുവെന്ന് യേശുവിന്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് എന്റെ ഏത് വിഷയമായിക്കോട്ടെ ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ യേശുവിന്റെ ക്രൂശ് മരണം ഓർക്കുന്ന ഈ നിമിഷത്തിൽ, യേശുവിന്റെ ശരീരം എന്ന് പറഞ്ഞ യേശു തന്ന ആ അപ്പം കഴിക്കുന്ന നിമിഷത്തിൽ, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ യേശു തന്ന ആ ദ്രാക്ഷരസം കുടിക്കുന്ന നിമിഷത്തിൽ എന്റെ സകല വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ ആ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് ഈ ശരീരം ഭക്ഷിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം ഉണ്ടാകും, ഞാൻ ഈ അനുഗ്രഹമാണ് ഭക്ഷിക്കുന്നത്, അനുഗ്രഹമാണ് കുടിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ഇതിനകത്ത് പങ്കാളിയാകുവാൻ. അപ്പോൾ പങ്കാളിയാകുമ്പോൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗഖ്യം കിട്ടിയിരിക്കും, വിടുതൽ കിട്ടിയിരിക്കും, അനുഗ്രഹം കിട്ടിയിരിക്കും, ഉയർച്ച കിട്ടിയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ശിക്ഷാവിധിക്ക് വേണ്ടിയുള്ള അത്താഴമാണിത്. വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. യേശു വിശ്വസിച്ച് സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ്. അങ്ങനെയെങ്കിൽ ഈ തിരുവത്താഴത്തിൽ പങ്കാളിയാകുന്നത് സ്നാനപ്പെട്ടവരായിരിക്കണം. സ്വതന്ത്രം തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ തിരുവത്താഴത്തിൽ പങ്കാളിയാണെന്ന് വചനം പറയുന്നു. തുടർന്ന് കൊരിന്ത്യലേഖനം ഉടനീളം വായിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. കൊരിന്ത്യലേഖനം 5-ാം അധ്യായത്തിൽ ഒരാൾ വ്യഭിചാര കുറ്റത്തിൽ അകപ്പെട്ട് കിടക്കുന്നു. കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് ചില വിഷയങ്ങൾ കാണാം. അവിടെ തമ്മിൽ ഭിന്നിപ്പ് കാണുന്നു, ഹല്ലേലൂയ, വലുപ്പ ചെറുപ്പം കാണുന്നു, മുതലായ വിഷയങ്ങൾ ആ സഭയിൽ ഉണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ടാണ് അവർ സഭായോഗം കൂടുന്നത്. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ സഭായോഗം കൂടുന്നത് ഗുണത്തെക്കാളേറെ നിങ്ങൾക്ക് ദോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ സഭായോഗം കൂടുമ്പോൾ, തിരുവത്താഴ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എളിയവനോട് ക്ഷമിച്ചുകൊണ്ട്, പരസ്പര ക്ഷമ ചോദിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, ദൈവത്തോട് നിരക്കാനുള്ള നിരപ്പ് പ്രാപിച്ചുകൊണ്ട്, തെറ്റുകുറ്റങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട്, പുതിയൊരു ജീവിതത്തിന് വേണ്ടി തുടക്കം കുറിച്ചുകൊണ്ട് ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ട് വേണം ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കാളിയാകുക. അപ്പോൾ ഈ തിരുവത്താഴ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. വിശ്വസിച്ച് ഹല്ലേലൂയ. യേശുവിന്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുത്തേ. യേശുവേ, ഹല്ലേലൂയ. ഇന്ന് ഈ അപ്പം ഇവിടെ നോക്കുമ്പോൾ ദ്രാക്ഷാരസത്തിലൂടെ സ്തോത്രം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഉയർത്തിപ്പിടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്യുമ്പോൾ സൗഖ്യം നടക്കും, വിടുതൽ നടക്കും. വിശ്വസിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിച്ച് എല്ലാവരും സ്തോത്രം ചെയ്തേ. യേശുവേ, അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ ഇളങ്ങുന്ന മുട്ടാകട്ടെ, അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ ഇളങ്ങുന്ന മുട്ടാകട്ടെ. ഓ കർത്താവേ, നമ്മുടെ പ്രവൃത്തിയുടെ ഗുണങ്ങളല്ല യേശുവിനോട് ചോദിച്ചേ. വിശുദ്ധീകരിച്ച യേശു, യേശുവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ പറഞ്ഞുപേക്ഷിക്കുന്നു. അശുദ്ധി എനിക്ക് വേണ്ട, തെറ്റുകൾ എനിക്ക് വേണ്ട, കുറവുകൾ എനിക്ക് വേണ്ട, എനിക്ക് യേശു മാത്രം മതി. യേശുവേ, എനിക്ക് അങ്ങനെ പോലെ വിശുദ്ധനായി ജീവിക്കണം. വിശുദ്ധനായതിൽ വന്ന അശുദ്ധികളിലായിട്ട് പറഞ്ഞുപേക്ഷിക്കുന്നു. അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അപ്പാ. ഞാൻ ഞങ്ങളുടെ പ്രവൃത്തിയാലല്ല ഞങ്ങൾ നീതീകരിക്കപ്പെട്ടത്. യേശുവിലുള്ള വിശ്വാസത്താൽ അവിടുന്ന് ഞങ്ങൾ നീതീകരിച്ചിരിക്കുന്നത് നന്ദി. യേശുവിലുള്ള വിശ്വാസത്താൽ അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത് ചെയ്തെടുക്കണമേ. അവിടുത്തെ വലിയ അനുഗ്രഹം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുവിനെ കാണിച്ചു രാത്രി യേശു അപ്പം കൈകളിലെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിശുമാർക്ക് നൽകിക്കൊണ്ട്
വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. അവൻ അങ്ങനെ അത്താഴത്തിന് ശേഷം യേശു പാനപാത്രം കൈകളിലെടുത്ത് സ്തോത്രം ചൊല്ലി, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ നിയമം, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. എല്ലാവരും അപ്പവും എല്ലാവരും സ്വാതന്ത്ര്യം ചെയ്ത അപ്പവും ഉയർത്തിപ്പിടിച്ച് യേശുവിനെ ആരാധിച്ചു. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. യേശുവേ ഇത് സ്തോത്രത്തിന്റെ പാനപാത്രമാണ്, ഇത് സ്തോത്രത്തിന്റെ അപ്പമാണ്. എല്ലാവരും സ്തോത്രം ചെയ്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവേ ഞാൻ തകർക്കപ്പെടുന്ന സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് ഞാൻ തകർക്കപ്പെട്ടില്ല. ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. ഹല്ലേലൂയ. എന്റെ രോഗത്തിന്റെ കാരണത്താൽ യേശുവിന്റെ ശരീരത്തിൽ അടിപ്പിടലേറ്റു. ഹല്ലേലൂയ. യേശുവേ അങ്ങനെ യാഗത്തെ ഓർക്കുകയാണ്. യേശുവേ എല്ലാവരും സ്തോത്രം ചെയ്ത് യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ വിശ്വസിക്ക്. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ്, വീരപ്രവൃത്തികൾ നടക്കുകയാണ്, രോഗസൗഖ്യങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ്, യേശുവിന്റെ ശരീരത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വസിക്ക്. ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ, ഈ പാനപാത്രം ഞാൻ കുടിക്കുമ്പോൾ എന്റെ ശരീരത്തിലെ സകല രോഗങ്ങളും സൗഖ്യപ്പെടുക തന്നെ ചെയ്യും. ഇതിലെ എല്ലാ ബലഹീനതകളും മാറുക തന്നെ ചെയ്യും. ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക തന്നെ ചെയ്യും. കാരണം ഈ അപ്പം എനിക്ക് വേണ്ടിയുള്ള യേശുവിന്റെ ശരീരമാണ്, ഈ ദ്രാക്ഷാരസം എനിക്ക് വേണ്ടിയുള്ള യേശുവിന്റെ രക്തമാണ്. ഇങ്ങനെ നല്ല പറഞ്ഞാണ് യേശു ശിഷ്യന്മാർക്ക് അപ്പം ദൂർക്കി കൊടുത്തത്. സ്വതന്ത്രം ചെയ്ത് പാനപാത്രം ശിഷ്യന്മാർക്ക് കൊടുത്തത് ഇങ്ങനെ തന്നെ പറഞ്ഞാണ്. അതുകൊണ്ട് വിശ്വാസപൂർവ്വം നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ, പാനപാത്രം കുടിക്കുമ്പോൾ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നത് വരെ അവിടുത്തെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. വിശ്വാസപൂർവ്വം അപ്പം ഭക്ഷിക്കാം, പാനപാത്രം കുടിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചോ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ. സ്തോത്രം സ്തോത്രം. യേശുവേ വിളിച്ചോ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ സഹായിക്കുവാൻ യേശു വന്നിട്ടുണ്ട്, നിങ്ങളെ വിടുവിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ അനാഥരല്ല. നിങ്ങൾക്ക് വേണ്ടി തന്റെ ശരീരം മുഴുവൻ തകർത്തവനാണ് യേശു. നിങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നവനാണ് യേശു. ഈ ക്രൂശിന്റെ സമയം, ഈ ക്രൂശിനെ ഓർക്കുന്ന സമയം, യേശുവിന്റെ യാഗമരണത്തെ ഓർക്കുന്ന സമയം, അത്ഭുതങ്ങൾ നടക്കുക, വീരപ്രവൃത്തികൾ നടക്കുക. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചല്ലോ, അങ്ങയുടെ ഹാളിന് ശരീരം
എനിക്ക് വേണ്ടി പൂർണ്ണമായി തകർക്കപ്പെട്ടല്ലോ. അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടി ഊറ്റി തന്നല്ലോ. ആ മതത്തെ മേലിൽ വെളിപ്പെടണമേ യേശുവേ, യേശുവേ, യേശുവേ. എനിക്കറിയാം ശരീരത്തിൽ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ നിങ്ങൾക്ക് വേണ്ടിയുള്ള യേശുവിന്റെ ശരീരമാകുന്ന അപ്പം, യേശുവിന്റെ രക്തമാകുന്ന ദ്രാക്ഷാരസം ഭക്ഷിക്കുക, പാനം ചെയ്യുക ചെയ്ത എല്ലാവരുടെ മേലോ, ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്ന ഇവിടെ അറ്റൻഡ് ചെയ്ത എല്ലാവരുടെ മേലോ അവിടുത്തെ അളവറ്റ ശക്തി വ്യാപരിക്കുന്നു. സൗഖ്യത്തിന്റെ ശക്തിയിൽ വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവിലിരിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളെല്ലാം അടിച്ചു മാറ്റുന്നു. വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളെല്ലാം തകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വലിയ ശക്തി വ്യാപരിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി യേശുവേ, ദൈവശക്തി മുഴുവൻ വ്യാപരിക്കട്ടെ. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണുകളിപ്പോൾ അഴിയട്ടെ. ശാപങ്ങളിപ്പോൾ കഴകട്ടെ. പിശാചിപ്പോൾ അഴിയട്ടെ. എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. കർത്തന്റെ അകർച്ചകൾ, കർത്തന്റെ ദൈവമാനങ്ങൾ യേശു കർത്താവ് സ്വന്തമാക്കുന്നു. അസ്ഥിസംബന്ധമായ വിശ്വാസമുള്ളവർ, അസ്ഥികളുടെ ദൈവമാനങ്ങൾ, അസ്ഥികളുടെ അകർച്ചകൾ യേശു കർത്താവ് സ്വന്തമാക്കുന്നു. യേശുവേ, യേശുവേ, ഏത് രോഗിയായിക്കോട്ടെ, നിങ്ങളുടെ അകന്ന നട്ടലുകളെ പോലെ അടുക്കുന്നു, അകന്ന അസ്ഥികളെ അടുക്കുന്നു, കൈമാറുകളെ മാറുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ വലിയ ശക്തി വെളിപ്പെടുക, കർത്താവിന്റെ വലിയ ശക്തി വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അസ്ഥികളുടെ വളർച്ചകൾ കർത്താവ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സൗഖ്യം കൽപ്പിക്കുന്നു. അസ്ഥികൾ വളരുന്ന അനുഭവങ്ങൾ, അസ്ഥികൾ തെറ്റി മാറിയിരിക്കുന്ന അനുഭവങ്ങൾ യേശു കർത്താവ് ഇപ്പോൾ എല്ലുകൾ ദ്രവിക്കുന്ന രോഗികൾ, എല്ലുകൾ പൊടിയുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ക്യാൻസർ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഈ വീഡിയോ
നിങ്ങളിൽ മൊത്തം വ്യാപരിക്കാൻ പോവുകയാണ്. എല്ലാവരും കരവേർത്ത് വിളിച്ചത് എനിക്ക് വേണം അഭിഷേകം, എനിക്ക് വേണം ദൈവശക്തി. കത്തിൽ തുടങ്ങുകയാണ്. സഹോദരന്മാരെന്നല്ല സഹോദരിമാരെന്നല്ല എല്ലാവരുടെ പേരും അത്യന്ത ശക്തി. യേശുവേ ഈ മകളുടെ മുഖത്ത് മുഴുവൻ പഴയ ഫോട്ടോയിൽക്കൊണ്ടോ പഴയ ഫോട്ടോയിൽക്കൊണ്ടോ മുഖത്ത് മുഴുവൻ കുഴിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഖത്ത് മുഴുവൻ കുഴിയാണ്. ഒരു വെള്ളിയാഴ്ച വന്നു പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇതിൽ പിശാചുണ്ട്. ഇവിടെ അവിടെ നിൽക്കുകയായിരുന്നു. ആ പറഞ്ഞുടനെ പിശാചുടെ മുമ്പിൽ വന്നു അഴിഞ്ഞു മാറി അന്ന് പോലെ മകളുടെ മുഖം റെഡിയായി. സ്വന്തം എന്നാൽ എന്റെ കർത്താവ് ഇപ്പോൾ അറിയിക്കുന്നു, ഈ മക്കൾക്ക് കർത്താവ് വസ്തു വീട് കൊടുക്കാൻ പോകും. അതിനുവേണ്ട എല്ലാ തടസ്സങ്ങളെ കർത്താവ് നീക്കം ചെയ്തുകൊണ്ട് ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നത് വലിയ ശക്തി. കർത്താവിനോട് പറയുന്നത് അവരുടെ പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകും. പുത്തൻ അഭിഷേകത്താൽ അവരുടെ പുതിയ പരിശുദ്ധാത്മാവ് നവീകരിക്കുന്ന ആത്മാവാണ്. പുത്തൻ നവീകരണം അവരിൽ മാത്രമല്ല കുടുംബത്തിന് നവീകരണം ചെയ്യാൻ പോവുകയാണ്. സ്വന്തം ഹല്ലേലൂയ. ഈ കുടുംബ
അമ്മച്ചിയുടെ മേൽ യേശുവിന്റെ പുറകിലും വന്ന് യേശുവിന്റെ വലിയ ശക്തി അമ്മച്ചിയുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും പകൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് വന്നതിന്റെ പിന്നിലെ ദൈവത്തിന്റെ ഉദ്ദേശം നിർമ്മയം വെളിപ്പെടട്ടെ. യേശുവേ, അമ്മച്ചിയുടെ മേൽ വലിയ ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഒരു നവീകരണത്തിന്റെ ശക്തി ആത്മാവ് ഇപ്പോൾ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ പുത്രൻ ശക്തിയ ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഈ ശരീരത്തിന് അവിടുത്തെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. മുടിയുള്ള അവിടുത്തെ ശക്തിയാൽ നിറയുക. യേശുവേ, ഈ മകൾ അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങയുടെ പദ്ധതി മാത്രം ഈ ശരീരത്തിൽ നടക്കട്ടെ. അങ്ങയുടെ പദ്ധതി മാത്രം നടക്കട്ടെ. അങ്ങയുടെ വലിയ അഭിഷേകത്ത വലിയ ശക്തിയ ഇപ്പോൾ പൈൽസിന്റെ അസുഖമുള്ളവരുടെ കർത്താവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. ആവശ്യമില്ല രോഗമുള്ളവരെല്ലാം കാര്യം പിടിച്ചു. സ്വതന്ത്രം, സ്വതന്ത്രം. ഹല്ലേലൂയ. യേശുവേ, എല്ലാവരും കാര്യം പിടിച്ചു. സ്വതന്ത്രം. ഹല്ലേലൂയ. പൈൽസിന്റെ രോഗത്തിന് മേൽ കർത്താവിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നു. കരിച്ചു കളയുക കേട്ടോ. സ്വതന്ത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ശക്തി വ്യാപരിക്കുകയാണ്. സ്വതന്ത്രം. രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. രോഗമുള്ള ഭാഗത്തേക്ക് ഒരു അഗ്നി, ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. പിന്നീട് അവിടെ രോഗം കാണത്തില്ല, കറണ്ട് അടിക്കുന്ന പോലെ അനുഭവങ്ങൾ അപ്പോൾ വെളിപ്പെടും രോഗമുള്ള ഭാഗത്തോട്ട്. സ്വത്രം, സ്വത്രം. ബിന്ദുസിസ്റ്ററിന്റെ ഇങ്ങേപ്പുറത്ത് നിൽക്കുന്ന ആ സഹോദരിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. ആ സഹോദരിയുടെ മേലുള്ള രോഗത്തിനെ കർത്താവ് ഇപ്പോൾ അടിച്ചു മാറ്റുന്നു യേശുവിന്റെ നാമത്തിൽ. ആ സഹോദരിയുടെ മേൽ കർത്താവിന്റെ വലിയ ശക്തി ഇപ്പോൾ മുടി തൊട്ടുള്ള കാൽ വരെ വ്യാപരിക്കുന്നതോട് നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ വിലയേറിയ തൈലമകളുടെ മേൽ വീടുന്നതിന് നന്ദി. ആ രോഗങ്ങൾ ഇപ്പോൾ മാറുന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ മുഴുവൻ. ദൈവശക്തി നിറയട്ടെ. ഓ പിടിച്ചോ. ഓ പവർ, പവർ. രോഗമുള്ളവരെല്ലാവരും കരമർത്തി പിടിച്ചോ. എല്ലാവരുടെ മേലെ ശക്തി വ്യാപരിക്കുക. ഹല്ലേലൂയ. യേശുവേ, ഇവിടെ രോഗമുള്ള കർത്താവേ കരമുയർത്തി പിടിച്ച എല്ലാവരുടെ മേലും അവിടുത്തെ അക്കന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവിടുത്തെ അഭിഷേകം വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി. കർത്താവ് നന്ദി, നന്ദി. കർത്താവ് ഒത്തിരി പേര് സൗഖ്യമാക്കി. കരമനത്തി പിടിച്ചു, ഉയർത്തിപ്പിടി, നല്ലൊരു ഉയർത്തിപ്പിടി. രോഗം മാറിയെന്നുള്ളവർ കരമനത്തി പിടിച്ച് സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദം സ്തുതിച്ച് ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇവിടെ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ബ്ലെസ്ഡ് ആർ ചർച്ചിൽ വന്നിട്ട് സൗഖ്യം കിട്ടിയവർ, നേരത്തെ സാക്ഷ്യം പറഞ്ഞതായിരിക്കാം, സൗഖ്യം കിട്ടിയവർ എന്ത് ചെയ്യണം? വന്ന് സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ട്. നേരത്തെ ഇവിടെ വന്ന് സൗഖ്യം കിട്ടിയവർ എന്ത് രോഗസൗഖ്യമാണെങ്കിലും ചുരുക്കം ചില വാചകങ്ങൾ ഇവിടെ നിന്നുള്ള വോളണ്ടിയേഴ്സിനോട് പറയണം. കർത്താവ് നമുക്ക് ഇത് അനേക ഇടങ്ങളിൽ നമുക്കിത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇന്റർനെറ്റ് വഴി അനേക ഇടങ്ങളിലേക്ക് നമ്മൾ ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടിയാണ്. സൗഖ്യങ്ങൾ, വിടുതലുകൾ ആരും പറയാതിരിക്കല്ലേ. ഇവിടെ വന്ന് എന്തെങ്കിലും സൗഖ്യമോ വിടുതൽ, പ്രത്യേകിച്ച് നമ്മൾ കൈവശം ശ്രദ്ധിച്ചോ. ആരും മൗനമായിട്ടിരിക്കല്ലേ. കർത്താവിന് നിങ്ങളെ കൈവശം ശ്രദ്ധിപ്പിക്കാൻ മടിയില്ലെങ്കിൽ അത് പറയണം. കൈവശം ശ്രദ്ധിച്ചവർ, വിടുതൽ കിട്ടിയവർ, നമുക്ക് ഒത്തിരി സൗഖ്യം കിട്ടിയവരുണ്ട്. പലരും വരാൻ കിടക്കുകയാണ്. സൗഖ്യം കിട്ടിയവർ ഒത്തിരി പേർ, തളർന്ന രോഗികളൊക്കെ എഴുന്നേറ്റ് സൗഖ്യങ്ങൾ, തൈറോയിഡുകൾ മാറിപ്പോയ സൗഖ്യങ്ങൾ, മഴ മാറിപ്പോയ ഒത്തിരി സൗഖ്യങ്ങൾ, അത്ഭുത രോഗ സൗഖ്യങ്ങൾ.